സൂപ്പർ ലീഗ് കേരള കിരീടം കണ്ണൂർ വാരിയേഴ്സിന്. കലാശപ്പോരിൽ തൃശൂർ മാജിക് FC ഏകപക്ഷീയമായി 1 ഗോളിന് തോൽപ്പിച്ചാണ് കണ്ണൂർ കന്നി കിരീടം നേടിയത്. കാത്തിരുന്ന കിരീട നേട്ടമാണ് കണ്ണൂരിന്റേതെന്ന് ക്യാപ്റ്റൻ അഡ്രിയൻ സെർദിനാരോ മീഡിയ വണ്ണിനോട് പറഞ്ഞു. സ്വന്തം മണ്ണിൽ ഈ സീസണിൽ ഇതുവരെ ഒരു ജയം നേടാതിരുന്നൊരു ടീം. കണ്ണൂരിലെ ആദ്യ ജയം തന്നെ വാരിയേഴ്സ് കപ്പ് ഉയർത്തിക്കൊണ്ടാണ്. മലപ്പുറത്തെ മലർത്തിയടിച്ചെത്തിയ മാജിക് FCക്ക് കണ്ണൂർ കോട്ട പൊളിക്കാനായില്ല. മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ കണ്ണൂരിന്റെ ആധിപത്യം. മുഹമ്മദ് സിനാന്റെ ക്രോസിന് തലവെച്ച് അസിയർ ഗോമസ് തൃശൂരിന്റെ വലയിലേക്ക് ലക്ഷ്യം വെച്ചു. ക്രോസ് ബാറിൽ തട്ടി താഴ്ന്നിറങ്ങിയ പന്ത് തൃശൂർ പ്രതിരോധ താരം തേജസിന്റെ കയ്യിൽ തട്ടി. റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. കിക്കെടുത്ത അസിയർ ഗോമസ് വലയുടെ ഒത്ത നടുക്ക് പന്തടിച്ചു കയറ്റി. ആദ്യ പകുതിയിൽ തന്നെ തിരിച്ചടിക്കാനുള്ള തൃശൂരിന്റെ ശ്രമങ്ങളെല്ലാം കണ്ണൂർ പ്രതിരോധം തട്ടിയകറ്റി. ആദ്യ പകുതിയുടെ അവസാന നിമിഷം കെവിൻ പാഡില്ലയെ ഫൗൾ ചെയ്തതിന് സച്ചിൻ സുനിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. 10 പേരായി ചുരുങ്ങിയ കണ്ണൂരിനെ മറികടക്കാൻ മാജിക് FC കിണഞ്ഞു പരിശ്രമിച്ചു. ഗോൾ കീപ്പർ അൽകേഷിന്റെ പ്രകടനവും കണ്ണൂരിന് തുണയായി. പ്രതീക്ഷിച്ച വിജയമെന്ന കണ്ണൂർ താരങ്ങൾ പ്രതികരിച്ചു. Incredible goal our fans. फाइनल से पहले मैं इंजरी हुआ पर एक्चुअली मेरे लिए बेस्ट गिफ्ट है, लाइफ का मेरा बेस्ट गिफ्ट है. Now dreams come true. I am very happy. ഈ ലാസ്റ്റത്തെ 3 മാച്ചിൽ നമ്മൾ വളരെ ക്ലീൻ ഷീറ്റ് ആയിരുന്നു. 5 മാച്ച് വളരെ ക്ലീൻ ഷീറ്റ്. നമ്മുടെ ഗോൾ കീപ്പേഴ്സ് എല്ലാം സ്ഥിരത പുലർത്തുന്നു. കിരീട നേട്ടത്തിലെ സന്തോഷം ടീം ഉടമ കൂടിയായ ആസിഫ് അലിയും മറച്ചുവെച്ചില്ല. ഈ കാണുന്നതാണ് സന്തോഷം. ഈ എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇത്രയും ദിവസം ഈ കഴിഞ്ഞ 10-36 മാച്ചായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഹിസ്റ്റോറിക് വിന്നാണ് 10 ആളുമായിട്ട്. നടൻ കുഞ്ചാക്കോ ബോബനും KFA പ്രസിഡന്റ് നവാസ് മീരാനും സമ്മാന വിതരണ ചടങ്ങിൽ പങ്കെടുത്തു. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.